വടക്കൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഗോലൻ ഹൈറ്റ്സിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ 12 റോക്കറ്റ് ആക്രമണം നടത്തുകയും അതിലൂടെ 12 പേർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഈ ആക്രമണത്തിന് ഉത്തരവാദികളായ ഹിസ്ബുള്ളയെ പ്രതികാരം ചെയ്യാതെ ഞങ്ങൾ വിടില്ല. കാരണം ഇസ്രായേലിന് ഇത്രയധികം നഷ്ടം ഈയിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഈ ആക്രമണത്തിന് ഉത്തരവാദികളായ ഹിസ്ബുള്ളയെ ഞങ്ങൾ പ്രതികാരം ചെയ്യാതെ വിടില്ല എന്ന് ഒരു വലിയ മുന്നറിയിപ്പ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പര്യടനം പകുതിയിൽ വെച്ച് തന്നെ അവസാനിപ്പിച്ച് ഇസ്രായേലിലെത്തി. ഇപ്പോൾ ഇസ്രായേൽ മുഴുവനും, പ്രധാനമായും വടക്കൻ പ്രദേശം മുഴുവനും ഒരു അടിയന്തര അവസ്ഥയാണ്. കൂടാതെ ഹിസ്ബുള്ളയുടെ സ്ഥാനങ്ങളിൽ ഇസ്രായേൽ അവരുടെ ഔദ്യോഗികമായ ആക്രമണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 9-ലധികം സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയുടെ വെടിമരുന്ന് സംഭരണശാലകളിൽ ഇസ്രായേൽ ആക്രമിച്ചു. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണമാണ് ഇത്രയും വലിയ നഷ്ടമുണ്ടാക്കിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടാലും ഇത് ഹിസ്ബുള്ള നിഷേധിക്കുന്നു. ഇല്ല, ഇത് അയൺ ഡോമിന്റെ ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് അവിടെ പൊട്ടിത്തെറിച്ചത്. ഇസ്രായേൽ അയച്ച അയൺ ഡോം മിസൈൽസ് ആണ് ദിശ മാറി കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വീണ് വൻ സ്ഫോടനം ഉണ്ടാക്കിയത് എന്ന് ഹിസ്ബുള്ള പറയുന്നു. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാൻ പോകുന്നത്. ഇത് വളരെ ഗുരുതരമായ സാഹചര്യം എന്നതിനപ്പുറം ഒരു യഥാർത്ഥ യുദ്ധത്തിനായാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. ഇവയെല്ലാം വ്യക്തമായി കാണാം. കൃത്യമായി പറഞ്ഞാൽ 2 ദിവസം മുൻപ് ഈ ഒരു ആക്രമണം നടന്നു. വടക്കൻ ഇസ്രായേലിലെ മസ്ജിദ് അൽ ഷംസിലാണ് ഈ ഒരു ആക്രമണം നടന്നത്. അവിടെ ഒരു നിശ്ചിത പ്രായത്തിലുള്ള കുട്ടികൾക്കായി ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നു. പെട്ടെന്ന് ആ ഭാഗത്ത് ഒരു വ്യോമാക്രമണത്തിന്റെ സൈറൻ മുഴങ്ങി. ഈ സൈറൻ മുഴങ്ങിയതിനു ശേഷം ആ ഗ്രൗണ്ടിൽ നിന്നും ഷെൽട്ടറിനെ നോക്കി കുട്ടികൾ ഓടുന്നതിന് മുൻപ് ആ ഷെൽട്ടറിനും ആളുകൾക്കും ഇടയിലുള്ള ആ സ്ഥലത്ത് ഒരു മിസൈൽ വന്ന് വീഴുന്നു. ആ സംഭവത്തിൽ 5 കുട്ടികൾ മരിച്ചതായി തുടക്കത്തിൽ റിപ്പോർട്ട് വന്നു. അതിനുശേഷം ഈ അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചു എന്ന് ഇസ്രായേലിന്റെ ടൈംസ് ഓഫ് ഇസ്രായേൽ ആയാലും ജെറുസലേം പോസ്റ്റ് ഇങ്ങനെയുള്ള ഒരുപാട് മീഡിയാസിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ച് ദിവസത്തിന് ശേഷമാണ് യഥാർത്ഥ കണക്ക് പുറത്തു വന്നത്. ആ പ്രദേശത്ത് 11 കുട്ടികൾ കൊല്ലപ്പെട്ടു, 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ മരിച്ചുവെന്ന്. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ആക്രമണത്തിൽ കുട്ടികളടക്കം 12 പേർ കൊല്ലപ്പെട്ടു. ഉടൻ തന്നെ ഇത് ഇസ്രായേൽ മുഴുവനും വലിയൊരു അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായി. ഈ ആക്രമണത്തിന് ഉത്തരവാദി ഹിസ്ബുള്ളയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയും സുരക്ഷാ മന്ത്രിയും പറയുന്നു. എവിടെയാണോ ഈ ആക്രമണം നടന്നത് അവിടെ പോയി നേരിട്ട് നോക്കിയിട്ട് ഹിസ്ബുള്ളയെ ഈ ലോകത്തിൽ നിന്നും തുടച്ചു നീക്കുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകി. അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി കുറച്ചു ദിവസം അമേരിക്കയിലായിരുന്നു. ട്രംപിനെ കാണുന്നതിനും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുന്നതിനും കോൺഗ്രസ് സഭയിൽ സംസാരിക്കുക, ഇങ്ങനെ ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള സഹായം കൂടുതൽ നേടുന്നതിന് അമേരിക്കയിൽ അദ്ദേഹം തിരക്കായിരുന്നു. അങ്ങനെയിരിക്കെ ആ മീറ്റിംഗ് എല്ലാം പകുതിയിൽ വെച്ച് പൂർത്തിയാക്കി ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. വിമാനമിറങ്ങിയ ഉടനെ അദ്ദേഹം ആ സ്ഫോടനം നടന്ന സ്ഥലത്തേക്കാണ് പോയത്. ഭരണകൂടത്തിന്റെ അടിയന്തര യോഗവും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇപ്പോ ഹിസ്ബുള്ളയുടെ സൈഡിൽ എന്ത് പറയുന്നു എന്നറിയണ്ടേ? ഞങ്ങൾ റോക്കറ്റുകൾ അയച്ചു, ശരി തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ റോക്കറ്റുകൾ ആ സ്ഥലത്ത് പതിച്ചില്ല, ഞങ്ങളുടെ മിസൈലുകളും അവിടെ പതിച്ചില്ല. പകരം അയൺ ഡോമിന്റെ ഇന്റർസെപ്റ്റർ മിസൈൽ ഞങ്ങൾ റോക്കറ്റ് ഉപയോഗിച്ചു, അതിനെതിരെ അവർ അയൺ ഡോം ഇന്റർസെപ്റ്റർ ഉപയോഗിച്ചു. അതാണ് അവിടെ വീണ് ആക്രമണം നടത്തിയത്. ദിശ മാറിയ ആ മിസൈൽസ് അവിടെ വീണ് പൊട്ടിത്തെറിച്ചത് കൊണ്ടാണ്, അത് കാരണമാണ് ഇസ്രായേൽ ഇത്രയും നഷ്ടമുണ്ടായത് എന്ന് ഹിസ്ബുള്ള ഒരു അവകാശവാദം പറയുന്നു. പക്ഷെ ഇസ്രായേൽ ഇത് സമ്മതിച്ചില്ല. ഇസ്രായേൽ മാത്രമല്ല, പല സൈനിക വിശകലന വിദഗ്ധരും ഇത് അംഗീകരിച്ചില്ല. അതിനുള്ള കാരണവും പറയാം. അയൺ ഡോമിന്റെ ഇന്റർസെപ്റ്റർ മിസൈൽ ആ സ്ഥലത്ത് പതിച്ചു എന്നവർ പറയുന്നു. എന്നാൽ ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും, ആ ഒരു എക്സ്പ്ലോഷൻ എന്നത് ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ പൊട്ടിത്തെറിക്കുന്നത് പോലെയേ അല്ല. ആ ഒരു സ്ഫോടനം നോക്കുമ്പോൾ ഒരു വിഘടിത വാർഹെഡ് ആയിരിക്കാനാണ് സാധ്യത. ഈ ഫ്രാഗ്മെന്റേഷൻ വാർഹെഡിനെ കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയാം. ചെറിയ ചെറിയ സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ കഷ്ണങ്ങൾ പുറത്തേക്ക് വിടുന്ന ഇരട്ട സ്ഫോടനമാണിത്. 2 തവണ പൊട്ടിത്തെറിക്കാനുള്ള കഴിവുണ്ട്. ഇതിനെ ഫ്രാഗ്മെന്റേഷൻ വാർഹെഡ് എന്ന് പറയും. പൊതുവെ വിമാനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ മിസൈലുകൾക്കെതിരെയോ ഉപയോഗിക്കുന്ന വിമാന വിരുദ്ധ സംവിധാനങ്ങളിൽ നിന്നും അയക്കുന്ന പ്രതിരോധ മിസൈലുകളിൽ ഇങ്ങനെയുള്ള വാർഹെഡുകളാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള വെടിമരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ താഴെ വീണ് പൊട്ടിത്തെറിച്ച ആ ഒരു മിസൈൽ അത് ഇങ്ങനൊരു വാർഹെഡ്സിനെ അല്ല കൊണ്ടുവന്നത്. അത് ഉണ്ടാക്കുന്ന ആ ഒരു എക്സ്പ്ലോഷൻ, അതിന്റെ ബ്ലാസ്റ്റ്, അതിന്റെ ആ ഒരു കഴിവ് കാണുമ്പോൾ തീർച്ചയായും ഇത് ഇന്റർസെപ്റ്റർ മിസൈലേ അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ അയൺ ഡോമിന്റെ മിസൈൽ അവിടെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയില്ല. മറ്റേതോ റോക്കറ്റോ മറ്റേതോ മിസൈലാണ് അവിടെ വീണ് പൊട്ടിത്തെറിച്ചത്. ഇപ്പൊ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ ആക്രമണം നടത്തിയില്ല എന്ന് അവർ പറഞ്ഞാലും ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല. നേരത്തെ തന്നെ ഇസ്രായേൽ വ്യോമസേനയിലെ വിമാനങ്ങൾ ഇപ്പോൾ ലെബനന് മുകളിൽ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് ഒരു അംഗീകാരം ലഭിക്കുന്നു.
ഈ അംഗീകാരം ലഭിച്ച ഉടനെ അവർ ലക്ഷ്യമിട്ടത് ഗോളൻ ഹൈറ്റ്സോട് ചേർന്നുള്ള ഹെസ്ബുള്ളയുടെ സ്ഥാനങ്ങളെയാണ്. പ്രത്യേകിച്ചും ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, ഇസ്രായേലിന്റെ എയർഫോഴ്സിനെതിരെ ഹെസ്ബുള്ളയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം മുൻനിരയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെന്ന്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ടെന്ന് ലക്ഷ്യമിടുന്നു. മാത്രമല്ല, ഇസ്രായേലിനെതിരെ അവർ മിസൈൽ അയക്കാൻ ഏതൊക്കെ ഗോഡൌൺസിലാണ് വെടിമരുന്ന് ശേഖരിച്ചിട്ടുള്ളത്, സ്ഫോടക വസ്തുക്കൾ ഉള്ളത്, ഇവയെല്ലാം ലക്ഷ്യമിട്ട് ഒരാക്രമണം നടത്തി. അതിൽ 5 സ്ഥലങ്ങൾ മുഴുവനായും 5 അമ്യൂണിഷൻ ഡിപ്പോ മുഴുവനും ഇസ്രായേൽ നശിപ്പിച്ചു. എങ്കിലും ഇസ്രായേൽ അതോടുകൂടി അവസാനിപ്പിച്ചില്ല. സമുദ്രമേഖലയെ സംബന്ധിച്ചിടത്തോളം ലെബനനോട് ചേർന്നുള്ള കടൽ പ്രദേശങ്ങളിൽ ഇസ്രായേൽ തങ്ങളുടെ വിമാനങ്ങളുമായി പറക്കുന്നുണ്ട്. ഒരു 6-7 മാസം ഇല്ലാത്തത്ര അളവിൽ ഇപ്പോൾ അധികം കൂടിയിട്ടുണ്ട്. ഒരു ഇടവും വിടാതെ ലെബനന്റെ തീരപ്രദേശങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ഇപ്പോൾ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇസ്രായേൽ ഒരു പക്ഷെ ഒരു പാട്രോളിങ്ങിനായി വന്നതായിരിക്കാം എന്ന് ചിലർ പറയാം. പക്ഷെ അങ്ങനെയല്ല. അവിടെയുള്ള തീരപ്രദേശ ചലനങ്ങൾ പിടിച്ചെടുക്കുകയും വിശകലനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ പ്രദേശങ്ങൾ എവിടെയെല്ലാം ഉണ്ട്, അവർക്ക് ബാഹ്യമായ സഹായം എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു നാടുകളിൽ നിന്ന്, സിറിയയിൽ നിന്നൊക്കെ ഒരുപാട് സഹായം ഹിസ്ബുള്ളയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ കരവഴി ഹിസ്ബുള്ളയ്ക്ക് എന്തെങ്കിലും സഹായം വരുന്നുണ്ടോ, ഇങ്ങനെ ഇസ്രായേൽ ഇപ്പോൾ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്ന് അവസാനിച്ചതിന് ശേഷം ലബനനിൽ ഹിസ്ബുള്ള പൊസിഷൻസിന് നേരെ ഇസ്രായേൽ ആക്രമിച്ചല്ലോ. ഇതിന് ശേഷവും ഹിസ്ബുള്ള തിരിച്ചടിച്ചില്ല. ഈ ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെതിരെ വലിയൊരു ആക്രമണങ്ങളൊന്നും നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഹിസ്ബുള്ള ഇപ്പോൾ വളരെ നിശബ്ദരായി. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഇത് യുദ്ധത്തെ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും അവിടെ എത്തി. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ റേറ്റിംഗും ഇസ്രായേൽ വളരെ കുറവാണ്. നിങ്ങൾ ബന്ധികളെ കൊണ്ടുവന്നില്ല, ബന്ധികളെ രക്ഷിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്തില്ല. അതിനാൽ കിട്ടിയ ഈ അവസരം ഉപയോഗിച്ച് ഹെസ്ബുള്ളയെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാകും. അതിനാൽ ഈ സമയത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോയത് ഹിസ്ബുള്ളയെ ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ളത് നേരിട്ട് പറയാൻ പോയതാണോ? കാരണം അവർ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു അവസരം ഇപ്പോൾ ഹിസ്ബുള്ള അവർക്ക് നൽകിയിട്ടുമുണ്ട്. ഇതിനു ശേഷമാണ് ഇസ്രായേലിന്റെ കളി തുടങ്ങാൻ പോകുന്നത്. അത് എങ്ങനെ ഹിസ്ബുള്ള നേരിടുമെന്ന് ഇസ്രായേലിന് അനുകൂലമായി ഒരുപാട് പേർ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ സിറിയയിൽ നിന്ന് ഒരുപാട് ഇറാൻ മിലിറ്റൻസ് ഗ്രൂപ്പിന്റെ പിന്തുണയും ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഹിസ്ബുള്ളയുടെ പിന്തുണ ഒരു ഭാഗത്ത് വർദ്ധിച്ചു വരുമ്പോൾ ഇസ്രായേൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനായി തയ്യാറെടുക്കുകയാണ്. എന്തിന്, ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പോലും ഒരാക്രമണം ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ടാകും. അതിനുള്ള നിരവധി അവസരങ്ങളുമുണ്ട്. കാരണം വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലത്താണ് ഹെസ്ബുള്ള ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ എവിടെയാണോ ആക്രമണം നടത്താൻ പാടില്ലാത്തത് അവിടെയാണ് ഹിസ്ബുള്ള ആക്രമിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഹെസ്ബുള്ളയുടെ റോക്കറ്റ്സ് അവിടെ പതിച്ചാണ് ഇത്രയും കുഞ്ഞുങ്ങൾ മരിച്ചതെങ്കിൽ തീർച്ചയായും അത് വളരെ ഭീകരമായൊരു കാര്യം തന്നെയാണ്. മനുഷ്യത്വമേ ഇല്ലാത്തൊരു കാര്യം എന്ന് തന്നെ പറയാം. അതിന് ഇസ്രായേൽ ചെയ്തതായാലും ഹിസ്ബുള്ള ചെയ്തതായാലും അങ്ങനെ തന്നെയാണ്. ഈ 2 നാടുകളും അല്ലെങ്കിൽ ഈ 2 പക്ഷവും ചെയ്യുന്ന പ്രശ്നങ്ങൾ കാരണം അവിടെ ബാധിക്കപ്പെടുന്നത് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളും സ്ത്രീകളും പൊതുജനങ്ങളും ഒക്കെയാണ്. ഇതേ കാര്യം തന്നെയാണ് ഇത്രയും ദിവസം ഗാസയ്ക്കുള്ളിലും ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ലോകത്തിലെ ഏതൊരു രാജ്യവും കാര്യമായ രീതിയിൽ പ്രതികരിച്ചൊന്നുമില്ല. ഇതൊക്കെ അവസാനിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ ഈ ഒരു ആക്രമണത്തിന് ശേഷം ലോകമെമ്പാടും വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു ആക്രമണം ആര് നടത്തിയാലും, ഇസ്രായേൽ ചെയ്തതായാലും ഹിസ്ബുള്ള ചെയ്തതായാലും, ഇസ്രായേലിലെ അയൺ ഡോം മിസൈൽ ദിശ മാറി ചെന്ന് അവിടെ പതിച്ചു. എന്നാൽ അവർ ഹിസ്ബുള്ളയാണ് കുറ്റപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഈ ഒരു ആക്രമണത്തെ എതിർക്കുന്നുവെന്ന് അവിടെ നിന്നൊരു കാര്യം പറഞ്ഞു. എന്നാൽ ഇത് സത്യത്തിൽ അയൺ ഡോം ഇന്റർസെപ്റ്റർ മിസൈൽ ദിശ മാറി അവിടെ വീഴാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയാം. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഹിസ്ബുള്ളയുടെ റോക്കറ്റ്സ് തന്നെയാണോ അവിടെ വീണ് ഇത്രയും കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഇടയാക്കിയത്? അല്ലെങ്കിൽ ഇത് അമേരിക്കയുടെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ദിശ മാറി വന്ന് പതിച്ചതായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.